നമ്മുടെ പല പ്രേക്ഷകരും അടക്കം ചോദിക്കുന്നുണ്ട്, ഈ തുറമുഖം ഇവിടെ വരുമ്പോൾ ഇത് ഇത്ര ആഘോഷത്തോടുകൂടി ആവേശത്തോടുകൂടി നമ്മൾ ഈ ആദ്യ മദർഷിപ്പിനെ കാത്തിരിക്കുമ്പോൾ അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോഴും സാധാരണക്കാരന് ഈ തുറമുഖം കൊണ്ടുണ്ടാവുന്ന പ്രയോജനം എന്തായിരിക്കും എന്ന് ചിലർക്ക് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ഉത്തരമാണ് അതിന് നൽകാനാവുക? തുറമുഖം വരുമ്പോൾ കേരളത്തിന്റെ ആകെ തന്നെ അല്ലെങ്കിൽ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ആ വികസനത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ വ്യത്യാസം, ഈ വലിയ തോതിലുള്ള കണ്ടെയ്നറുകൾ ചരക്ക് നീക്കം ഇവിടെ നടക്കുമ്പോൾ നമുക്കറിയാം, കടലിലൂടെയാണ് കൂടുതലും. വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്, കടലിലൂടെയാണ് ചരക്ക് ഗതാഗതം കൂടുതലും നടക്കുന്നത്. പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്ത് രാജ്യാന്തര കപ്പലുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള കപ്പലുകൾ ചരക്കുമായി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു ലോജിസ്റ്റിക് ഒരു വലിയ കേന്ദ്രമായി മാറും. അതായത് ചരക്ക് ഗതാഗതം, ചരക്ക് നീക്കത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറും. സർക്കാരിന് വലിയ തോതിൽ വരുമാനങ്ങൾ ഉണ്ടാകും. വിഴിഞ്ഞവും തിരുവനന്തപുരത്തിൻ്റെ ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ചരക്ക് ഗതാഗതങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വലിയ ഹബ്ബുകളും വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും നമുക്ക് സ്ഥലപരിമിതികളുണ്ട്. പക്ഷെ ആ സ്ഥലപരിമിതികളിൽ നിന്നും നമ്മൾ ഇത്തരം ഈ ചരക്ക് നീക്കത്തിന് അനുയോജ്യമായ വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും തുടങ്ങാനുള്ള ഒരു എക്കണോമിക് ഫ്രീ ആയിട്ടുള്ള ഒരു സെസ് പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോഴും വിഴിഞ്ഞം കേന്ദ്രീകൃതമായുള്ള ചരക്ക് നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തൊഴിലിവിടെ ഉണ്ടാകും, കൂടുതൽ പേർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത് ഇതാദ്യമാണ്. പക്ഷേ ഈ കപ്പൽ 5 വർഷമായി ഇതുപോലെ ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുകയാണ്. സ്വാഭാവികമായും ഇന്ത്യയിലെ തുറമുഖത്തിലേക്കും ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത് അത് കൊളംബോ പോർട്ട് വഴിയും സിംഗപ്പൂർ പോർട്ട് വഴിയും ദുബായ് പോർട്ട് വഴിയുമെല്ലാമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു സാധ്യതയാണ് ഈ വലിയ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ചരക്ക് നീക്കത്തിന്റെ ചെലവുകൾ അടക്കം കുറയുന്നു. ഏറ്റവും പ്രധാനം, ഇത്തരം ചരക്ക് നീക്കങ്ങൾ കേരളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചെല്ലാം ആകുമ്പോൾ കൂടുതൽ സംരംഭങ്ങളും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങാനുള്ള അവസരങ്ങളാണ്. അതിപ്പോൾ കേരളത്തിലാകട്ടെ തമിഴ്നാട് ഭാഗത്തിലാകട്ടെ അത്തരം കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തികമായ വരുമാനമാണ്. ഒരു കപ്പൽ ഇവിടെ വന്നു പോകുമ്പോൾ ലക്ഷങ്ങളും കോടികളും വരുമാനമായി സർക്കാരിൻ്റെ എല്ലാം ഖജനാവിലേക്ക് GST ആയും മറ്റ് വരുമാനങ്ങളുമായും എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുമാനം ഉണ്ടാകാനുള്ള വലിയ അനന്ത സാധ്യതയാണ് വിഴിഞ്ഞം തുറന്നു കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു റവന്യൂ ജനറേഷനും ഇല്ല, രാജ്യത്ത് ഒരു വരുമാന മാർഗങ്ങളില്ല. ആ സ്ഥാനത്താണ് ഒരു വലിയ വരുമാന സ്രോതസ്സായി വിഴിഞ്ഞം മാറുന്നത്. ഇതിന് അനുബന്ധമായുള്ള തൊഴിൽ സാധ്യതകൾ വരുന്നത് ആ തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു ഹബ്ബായി വിഴിഞ്ഞം മാറുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അനന്തമായ വികസന സാധ്യതകൾ സ്വാഭാവികമായും അത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. വലിയ മദർഷിപ്പുകൾ എത്തിച്ചേരാൻ കഴിയാത്ത പോർട്ടുകളാണ് ഇന്ത്യയിൽ അധികവും. അപ്പോൾ മദർഷിപ്പ് വന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ നമ്മളിപ്പോൾ കാണുന്ന കപ്പലിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ഇത് ഇറക്കുന്നു. ഇത് ഇവിടെ നിന്ന് ഏകദേശം 80%, 90% രാജ്യത്തിൻ്റെ മറ്റ് തുറമുഖങ്ങളിലേക്കും മദർഷിപ്പ് എത്താത്ത വിവിധ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്കും സമീപ രാജ്യങ്ങളിലെല്ലാം തുറമുഖങ്ങളിലേക്കും ഈ കാർഗോകൾ അയക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നായിരിക്കും.